നമ്മളിന്ന് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 1 2 3 എന്ന് പറയുന്ന സെറ്റ്. ഞാൻ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ഇടാൻ പോവാണ്. എയിൽ നിന്ന് എയിലേക്കുള്ള. അപ്പൊ എ 2 പ്രാവശ്യം എഴുതി എളുപ്പമുണ്ടാവും മനസ്സിലാവാൻ. എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആർ എന്ന് പറയുന്ന റിലേഷൻ എഴുതാൻ പോവുകയാണ്. 1 1 1 2 2 2 3 2. ഈ റിലേഷൻ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനാണ്. എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനാണ്. എയിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള റിലേഷനാണ്. 2 പ്രാവശ്യം എഴുതിയെന്നുള്ളൂ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് എങ്ങനെ പിടിക്കും? റിഫ്ലെക്സീവ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? എന്താണ് ഈ റിഫ്ലെക്സീവ് റിലേഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നാം ഒരു മിററിന്റെ മുമ്പിൽ പോയി നിന്നാൽ നമ്മളെ തന്നെ കാണും. അപ്പൊ റിഫ്ലക്ഷൻ, എനിക്ക് എന്നോട് തന്നെയുള്ള സാമ്യം, അതാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് ആണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന റിലേഷൻ, ഈ റിലേഷനിൽ എ എന്ന് പറയുന്ന ഒരു പെയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന റിലേഷൻ ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ, എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. അപ്പൊ എല്ലാ എയും എയിലെ എലമെന്റ്സ് ആണ്. എയിലെ എലമെന്റ്സ് ആണ് എകൾ. 1 2 3 ഇതൊക്കെ എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടാവണം. എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടാവണം. അതായത് 1 1 2 2 1 1 2 2 3 3 അങ്ങനെയുള്ള റിലേഷൻ ഉണ്ടാവണം. ഉണ്ടോ? 1 1 2 2 3 3. യെസ്, ഉണ്ടല്ലോ. ഉണ്ടോ? ഇല്ല. 3 2 ആണ് ഉള്ളൂ. 3 3 ഇല്ല. അപ്പൊ നമുക്ക് 3 3 കൂടെ എഴുതാം. ഇപ്പോഴുണ്ടോ? ഇപ്പോൾ ഉണ്ട്. അതിനു മുമ്പ് റിഫ്ലെക്സീവ് അല്ലായിരുന്നു. കാരണം എന്താണ്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഇല്ലായിരുന്നു. ഇപ്പൊ റിഫ്ലെക്സീവ് അല്ല. ഇപ്പൊ റിഫ്ലെക്സീവ് ആയി. എന്താണ്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു പെയർ, ഒരു റിലേഷൻ ആ റിലേഷനിൽ ഉണ്ടാവണം. ഒരു പെയർ ആ റിലേഷനിൽ ഉണ്ടാവണം. ഈ എ എന്ന് പറയുന്നത് എന്താണ്? എയിലെ എലമെന്റും ആയിരിക്കണം. അപ്പോൾ 1 1 2 2 3 3 ഉണ്ട്. ഇത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ 1 2 എന്നൊക്കെ പറയുന്നത് വേറെ കിടക്കണ്ട. അതൊന്നും നോക്കണ്ട. ഈ 1 1 2 2 3 3 ഉണ്ടോ നോക്കിയാൽ മതി. വേറെ ഏതെങ്കിലും ഒക്കെ കിടക്കണ്ടാവും, വേറെ പെയർ കിടക്കാവും. അത് നോക്കൊന്നും വേണ്ട. അതൊന്നും വെച്ച് റിഫ്ലെക്സീവ് അല്ലാതാവുന്നില്ല. ഈ 1 1 2 2 3 3 അത് മാത്രമേ പാടുള്ളൂ എന്നല്ല, അത് മൂന്നും വേണം. പിന്നെ വേറെ കുറെ പേഴ്സ് കിടന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പറയും. ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്ന. എ ബിലോങ്സ് ടു ആർ. എ എന്ന് പറയുന്ന പേര് ഈ റിലേഷനിലുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്നത്, സ്മോൾ എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. റിഫ്ലെക്സീവ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസിറ്റീവ് ആണ്. മറ്റൊരു റിലേഷൻ നോക്കാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പൊ റിഫ്ലെക്സീവ് ആയി. ഓക്കെ. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. നമ്മളിത് സിമ്മട്രിക് ആണോ എന്ന് നോക്കാം. സിമ്മട്രിക് റിലേഷൻ ആണ്. എന്താണ് സിമ്മട്രിക് റിലേഷൻ? സിമ്മട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന പെയർ ഈ റിലേഷനിലുണ്ടെങ്കിൽ ബി ഇംപ്ലൈസ് ബി എ എന്ന് പറയുന്ന പെയറും ഈ റിലേഷനിൽ ഉണ്ടാവണം. എയും ബിയും ബിലോങ്സ് ടു എ. എയും ബിയും എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ്. അങ്ങനെയുണ്ടോ? അതായത് എ ബി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടാവണം. നോക്കാം. 1 1 2 2 3 3 പോട്ടെ, അതൊക്കെ റിഫ്ലെക്സീവിറ്റി ആണ്. 1 2 ഉണ്ട്. 1 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? 2 1 പറഞ്ഞു. 2 1 ഉണ്ടല്ലോ. ഓക്കെ. വേറെ ഇതൊക്കെ കിടക്കണ്ട, അത് നിങ്ങൾ നോക്കൊന്നും വേണ്ട. 1 2 എന്ന് പറയുന്ന ഒരെണ്ണമെങ്കിൽ 2 1 ഉണ്ടായേ തീരും. ഇപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് ഓർത്തോ. ദിസ് ഈസ് നോട്ട് സിമ്മട്രിക്. കാരണം എന്താണ്? 1 1 2 2 3 3 റിഫ്ലെക്സീവ് കിടന്നോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ 1 2 ഇത് ഡിഫറെന്റ് അല്ലേ? 1 2 എന്ന് പറഞ്ഞാൽ 2 1 കാണണം. ഇനി 1 3 എന്ന് പറഞ്ഞാലോ 3 1 കാണണം. 2 3 എന്നുണ്ടെങ്കിലോ 3 2 കാണണം. കണ്ടില്ലേ? തെറ്റാണ്, സിമെട്രിക് അല്ല. അപ്പൊ 1 2 എന്ന് പറയുന്ന റിലേഷനുള്ള സ്ഥിതിക്ക് ഇവിടെ 2 1 ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഇത് സിമെട്രിക് ആണ്. അപ്പൊ അതിനുള്ള നിബന്ധന എന്താണ്? എ ബി എന്ന് പറയുന്ന പെയർ ഈ റിലേഷനിലുണ്ടെങ്കിൽ ഇംപ്ലൈസ് ബി എ എന്ന് പറയുന്ന പെയർ ഉണ്ടായിരിക്കണം. എങ്കിലെന്താണ്?
എയും ബിയും എയിലെ എലമെന്റ്സ് ആയിരിക്കും, അത് സിമെട്രിക്കും ആയിരിക്കും. അപ്പൊ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എ എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടാവണം. സിമെട്രിക് എന്ന് പറഞ്ഞാലോ എ ബി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന റിലേഷനും ഉണ്ടാവണം. അടുത്ത നമുക്ക് ട്രാൻസിറ്റീവ് എന്താണെന്ന് നോക്കാം. അടുത്ത റിലേഷൻ നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. 1 1 2 2 3 3 അതൊക്കെ നോക്കാം, കുഴപ്പമില്ല. 1 2 2 3 1 3 ഈ റിലേഷൻ നോക്കാം. ട്രാൻസിറ്റീവ് ആണോ, ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എ ബി എന്ന് പറയുന്ന പെയർ ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന പെയറും ബി സി എന്ന് പറയുന്ന പെയറും ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും എ സി എന്ന് പറയുന്ന പെയർ കൂടി ഉണ്ടാവണം. എ ബി സി ബിലോങ്സ് ടു, അതിൽ എ ബി സി ഇവ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്, ബി സി എന്ന് പറയുന്ന റിലേഷനും ഉണ്ട് എങ്കിൽ മാത്രം എ ബിയും ഉണ്ടാവണം. പിന്നെ ഈ ബിയും വേറെ ഒരെണ്ണം ബി സിയും ഉണ്ടെങ്കിൽ തീർച്ചയായും എ സി എന്ന് പറയുന്ന റിലേഷൻ കൂടി ഉണ്ടെങ്കിൽ എന്താണ്, അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എങ്ങനെ നോക്കാം. 1 2 ഉണ്ടല്ലേ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. 1 2 2 3 ബിലോങ്സ് ടു ഈ റിലേഷനിലുണ്ട്. അപ്പോൾ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 അല്ല, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഇനി എന്തുകൂടെ വേണം, 1 3 കൂടി വേണം. 1 3 ഉണ്ടോ, 1 3 ഉണ്ട്. 1 3 ഓൾസോ ബിലോങ്സ് ടു 1 2 3 ബിലോങ്സ് ടു. അതെന്താണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താണ്, 1 2 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്, 2 3 ഉണ്ട് എങ്കിൽ 1 3 കൂടി ഉണ്ടാകും. 1 3 ഉണ്ട്. ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇത് മൂന്നും ഇതിപ്പോ ഓരോരോ റിലേഷനാണ് ഞാൻ തന്നെ, എല്ലാം ഒരു റിലേഷൻ അല്ല, പല പല റിലേഷനാണ്. ആദ്യത്തെ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരുന്നു. ഇത് റിഫ്ലെക്സീവ് ആണോ, ഇത് റിഫ്ലെക്സീവ് ആണ്. എന്താണ്, 1 2 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. റിഫ്ലെക്സീവ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇത് സിമെട്രിക് ആണോ, 1 2 ഉണ്ടെങ്കിൽ 2 1 കാണുന്നില്ല, 2 1 ഇല്ല, അപ്പൊ അത് സിമെട്രിക് അല്ല. ഓക്കെ. ട്രാൻസിറ്റീവ് ആണോ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, അപ്പൊ 1 3 ഉണ്ട്. ഓക്കെ, ട്രാൻസിറ്റീവ്. ഇത് മൂന്നും കൂടി, ഇത് മൂന്നും അല്ല. ഇനി ഏതെങ്കിലും റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റിഫ്ലെക്സീവ് ആണ്, അത് സിമെട്രിക് ആണ്, അത് ട്രാൻസിറ്റീവ് ആണ് എങ്കിൽ അതിനെ ഇക്വിവലൻസ് റിലേഷൻ എന്ന് പറയുന്നു. എന്ന് പറയുന്നു ഇക്വിവലൻസ്. ഇക്വിവലൻസ് റിലേഷൻ എന്ന് പറയും. അപ്പോൾ റിലേഷൻ ഇക്വിവലൻസ് ആണെന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും, അത് റിഫ്ലെക്സീവ് ആവണം, അത് സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ എ എന്ന് പറയുന്ന പെയർ ഉണ്ടാവണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ തീർച്ചയായിട്ടും ഉണ്ടാവണം. ട്രാൻസിറ്റീവ് ആകുമ്പോഴോ എ ബി ഉണ്ട്, ബി സി ഉണ്ട് എങ്കിൽ എ സിയും ഉണ്ടാവണം. ഇതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു റിലേഷൻ എ എന്ന് പറഞ്ഞ റിലേഷൻ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. ഓക്കെ. ഇത് റിഫ്ലെക്സീവ് ആണോ, റിഫ്ലെക്സീവ് ആണോ, റിഫ്ലെക്സീവ് ആണോ, റിഫ്ലെക്സീവ് ആണോ ചെക്ക് ചെയ്യാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഓക്കെ. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. കാരണം എന്താണ്, ഇറ്റ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. കാരണം എന്താണ്, എ എ എന്ന് പറയുന്ന ആ പെയർ, ആ റിലേഷൻ ഇതിലുണ്ട്. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണ്, സോറി ഇത് സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് റിലേഷൻ ആണ്. ഇത് സിമെട്രിക് റിലേഷൻ ആണ്. നോക്കാം. 1 1 എന്ന് എഴുതി, ഞാൻ 1 1 എന്ന് എഴുതി. നേരത്തെ സിമെട്രിക് ആണെങ്കിൽ 1 2 എന്ന് എഴുതിയാൽ എന്താണ്, 2 1 വേണം, അതല്ലേ. ഞാൻ 1 1 എന്ന് എഴുതി. 1 1 ഉണ്ടല്ലോ. ഇത് ഞാൻ തിരിച്ചിടുവാണ്, തിരിച്ചിടുന്ന പറഞ്ഞാൽ പോലെ 1 1 എന്ന് പറയുന്നത് ഈ റിലേഷനിലുണ്ട്. ഇത് ഞാൻ തിരിച്ചിടുവാണ് 1 1. അതുകൊണ്ടല്ലോ 1 1
മനസ്സിലായില്ലേ? അപ്പൊ 2 എന്ന് പറഞ്ഞാലോ 2 എന്ന് പറയുന്നത് ഈ റിലേഷനിലുണ്ട്. അത് ഞാൻ തിരിച്ചിടുവാണ്. 2 ഉണ്ടല്ലോ. അപ്പൊ 3 എന്ന് പറഞ്ഞാലോ ഞാൻ തിരിച്ചിടുവാണ്. അപ്പൊ 3 ആ 3 ഉണ്ടല്ലോ. അപ്പൊ ഇതെന്താണ്? ഇത് സിമെട്രിക് ആണെന്നും പറയാം. അപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ മാത്രമേ ഉള്ളൂ. റിഫ്ലെക്സീവ് ആണെങ്കിൽ അത് സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. നമ്മൾ ആദ്യം ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് റിഫ്ലെക്സീവ് മാത്രമാണല്ലോ, ഇത് സിമെട്രിക് ഒന്നും അല്ല. എന്താ 1 2 എന്ന് പറഞ്ഞിട്ട് 2 1 ഉണ്ടോ? അതൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് തെളിയിച്ചുണ്ടോ 1 1 എന്നുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ 1 1 ഇതെന്താണ്? ഇത് തിരിച്ചിടുവാണ്. അപ്പൊ എന്താണ് 1 1? അപ്പൊ നമുക്കിവിടെ എന്തെന്ന് പറയാം? ഇത് സിമെട്രിക് ആണെന്ന് പറയാം. എങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ? ഇവർക്കും ട്രാൻസിറ്റീവ് ആവില്ല. ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ? ഞാൻ 1 1 തന്നെ എടുത്തു. 1 1 1 1 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടല്ലേ. ഇപ്പൊ എ ബി എന്ന് കരുതാം. എ ബി ഇപ്പൊ ഒരു വീട്ടിലൊരു ഡബിൾ ഉണ്ട്. ഡബിൾ ആയിട്ട് 2 പിള്ളേരുണ്ട്. 2 കുട്ടികളുണ്ട് നോക്കാം. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത്. ടുട്ടു മിട്ടു. ടുട്ടുകാരോ മിട്ടുകാരോ നമുക്കറിയാം. 2 ഒരുപോലെ ഇരിക്കുന്നത്. അതുപോലെ രണ്ടുപേരും ഒരു ഡബിൾസാന്ന് ഓർത്തോ. ഇപ്പൊ 1 1 ഉണ്ടല്ലേ. ഇത് ടുട്ടു, ഇത് മിട്ടു. ഇനി മിട്ടു ടിട്ടു എന്നാ പോരെ. അപ്പൊ ട്രാൻസിറ്റീവ് ആണെങ്കിലോ 1 1 3 പേരുണ്ടെന്ന് ഓർത്തു. മുരട്ടകളാണെന്ന് വിചാരിക്കട്ടെ. 3 പേരുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇരട്ടകളല്ല, 3 പേരുണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ 2 പേരാണത് 1 1. ഇനി ഈ 1 എടുത്ത്, ഈ 1 എടുത്ത് മൂന്നാമത് അതുപോലെ ഇരിക്കണേ 1 1. അപ്പൊ എന്തായി? ഇത് എ, ഇത് ബി, ഇത് ബി, ഇത് സി. എയും ബിയും സിയും ഒന്ന് തന്നെയാണ്. അത് വേറെ ആയിരിക്കും. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് ബി സി. ഇത് മൂന്നാമത്തെ ആളാണ്. ഇവൻ തന്നെയാണ്. അത് മൂന്നാമത്തെ ആളാണെന്ന് കരുതിക്കോ. അപ്പൊ ബി സി. അപ്പൊ എ ബി ബി സി ഇത് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ്. അപ്പൊ എന്തും കൂടി വരണം? ഈ എ സി വരണം. എ സി എന്ന് പറഞ്ഞാൽ ഈ 1 1 ഓക്കെ ശരിയായില്ലേ? പിടിയോ? ഈ 1 ഈ 1 ഈ 1 ഇത് ഒന്നാമത്തെ ആളും ഇത് രണ്ടാമത്തെ ആളും. ഈ 1 ഈ രണ്ടാമത്തെ ആൾ തന്നെയാണ്. മൂന്നാമത്തെ ആളും 1 തന്നെയാണ്. അപ്പൊ എന്താണ്? എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഉണ്ട്, എ സി ഉണ്ട്. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് അല്ലേ? ട്രാൻസിറ്റീവ് ആണ്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ആ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ റിഫ്ലെക്സീവ് റിലേഷൻ മാത്രമേ ഉള്ളൂ. റിഫ്ലെക്സീവ് മാത്രമേ അതെന്താണ്? അത് ട്രാൻസിറ്റീവുമാണ്, സിമെട്രിക്കുമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഏറെക്കുറെ മനസ്സിലായില്ലേ? ഇനി നമുക്കിത് പ്രോബ്ലം, ഇതിന്റെ ഓരോ പ്രോബ്ലം ആയിട്ട് നമ്മൾ എടുത്തു ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര നോക്കിയാൽ മതി. റിഫ്ലെക്സീവ് ആണെന്ന് അറിയാൻ എ എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സിമെട്രിക് ആണെന്ന് അറിയാൻ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ഉറപ്പാണ്, ഉണ്ടായേ തീരൂ. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ ബി ഉണ്ട്, ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. വളരെ ക്ലിയർ ആണ്. ഒത്തിരി കൺഫ്യൂഷൻ ആക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ കരുതുക. എങ്ങനെയാണ് ഈ 3 റിലേഷൻ മനസ്സിൽ കരുതിയ ശേഷം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഈ പ്രോബ്ലം നോക്കൂ. റിലേഷൻ ആണ് ഇൻ ദി സെറ്റ് എ 1 2 3 13 14 1 മുതൽ 14 വരെയുള്ള സെറ്റാണ്. ആ എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എക്സ് വൈ സച്ച് ദാറ്റ് 3x - y = 0 സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് റോസ്റ്റർ ഫോമിലാക്കിയാലാണ് നമുക്ക് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോമിലാക്കണമെങ്കിൽ നമുക്ക് ഇത് മാത്രം എടുക്കാം. എന്താണ്? 3x - y = 0 അല്ലേ? ദെൻ -y അവിടെ നിർത്താം. -y അവിടെ നിർത്തിയാൽ ഈ 3x അപ്പുറത്തേക്ക് ഉണ്ടായാൽ -3x. ദാറ്റ് ഈസ് y = 3x. വൈയുടെ സൈൻ മാറ്റി ഇരുപത്തി ബോത്ത് സൈഡിലെ സൈൻ അങ്ങോട്ട് മാറ്റി കളഞ്ഞു. y = 3x. y = 3x എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് ഒരു വില കൊടുത്താൽ അതിന്റെ 3 ഇരട്ടിയായിരിക്കും y അല്ലേ? നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആ റിലേഷൻ ഞാൻ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. നോക്കാം. എക്സിന് 1 എന്ന് വില കൊടുത്തു. അപ്പൊ എന്തായിരിക്കും? y എന്തായിരിക്കും? എക്സിന് 1 എന്ന് വില കൊടുത്താൽ y എന്തായിരിക്കും? y 3x ആവണേ. 3 × 1 3 1 3 2 എന്ന് കൊടുക്കുമ്പോഴോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x. അപ്പൊ 6. 3 എന്ന് കൊടുത്താലോ 9. 4 എന്ന് കൊടുത്താലോ 3x 3 × x 12. ഓക്കെ. 5 എന്ന് കൊടുത്താലോ 15 15 ഇല്ല ഇവിടെ. അവിടെ 14 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ 5 15 എന്ന് ഞാൻ എഴുതിയാൽ ഇത് x, ഇത് 3x, y 3x ആവണമല്ലോ. ഇങ്ങനെ റിലേഷൻ വഴി എഴുതാൻ ഇവിടെ 15 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഇല്ല. ഇത്രേ ഉള്ളൂ. ഇതാണ് റോസ്റ്റർ ഫോം കേട്ടോ.
അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റിലേഷൻ വെച്ച് നോക്കിയിട്ട് അത് റോസ്റ്റർ ഫോമിലാക്കണം. ചിലപ്പോൾ ഇങ്ങനെ തരും എക്സ് വൈ ഈക്വൽസ് ടു എക്സ് സ്ക്വയർ എന്നൊക്കെ തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിന് 1 ഇട്ട് കൊടുക്കും, വൈ കാണും. എക്സിന് 2 കൊടുക്കും, വൈ കാണും. ഇവിടെ തീരുന്നവരെ ഇട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ എന്ത് റിലേഷനും സെറ്റ് ബിൽഡർ ഫോമിൽ തരാം. ഇങ്ങനെ തന്നു. ഇനി ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ അത് നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് ആണോ? 1 1 ഉണ്ടോ? 1 1 കാണണം, 2 2 കാണണം, 3 3 കാണണം, അങ്ങനത്തെ റിലേഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്തെന്ന് പറയാം? 1 1 നോട്ട് ബിലോങ്സ് ടു 1 1 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു. അപ്പൊ എന്താണ് സെറ്റ് ബിൽഡർ ഫോം? സോറി, ഇത് എന്തല്ല, ഇത് റിഫ്ലെക്സീവ് അല്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് എഴുതാം, എ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഇല്ല. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് എ എങ്കിൽ എ എന്ന് പറയുന്ന റിലേഷൻ ഇല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പൊ റിഫ്ലെക്സീവ് അല്ലാന്ന് പ്രൂവ് ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ്? സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. സിമെട്രിക് ആണോ? സിമെട്രിക് ആവണമെങ്കിൽ 1 3 എന്ന് കണ്ടില്ലേ? എങ്കിൽ 3 1 കാണണം അവിടെ. അപ്പൊ 1 3 എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ, ആറിലുണ്ട്. ബട്ട് പക്ഷയോ 3 1 ബട്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? 3 1 നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ. അങ്ങനെ ഇതിന് കുഴപ്പമില്ല, അത്ര എഴുതിയാൽ മതി. അതാണ് 1 3 എന്ന് പറയുന്നത് അങ്ങനത്തെ റിലേഷൻ ഉണ്ട്. 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. അപ്പൊ തീർന്നു. ഇനി 2 6 ഉണ്ട്, 6 2 ഇല്ല, 3 9 ഉണ്ട്, 3 9 ഉണ്ട്, 9 3 ഇല്ല, 4 12 ഉണ്ട്, 12 4 ഇല്ല. അങ്ങനെ എഴുതണ്ട. അങ്ങനെ എഴുതണ്ട. ഒരെണ്ണം എഴുതിയാൽ മതി. ഈ ഒരെണ്ണം ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റേ ഉണ്ടെങ്കിലും വലിയ കാര്യമില്ല. കാരണം എന്താണ്? ഇപ്പൊ 3 9 ഉണ്ട്, 9 3 ഉണ്ട്, 2 6 ഉണ്ട്, 6 2 ഉണ്ട്, 4 12 ഉണ്ട്, 12 4 ഉണ്ടെന്ന് ഇരിക്കട്ടെ. പക്ഷെ 1 3 ഉണ്ട്, 3 1 ഇല്ലല്ലോ. തീർന്ന പരിപാടി. അപ്പൊ ഒരെണ്ണം ഇല്ലെങ്കിൽ പിന്നെ നോക്കണ്ട. ഒരെണ്ണം 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടായിക്കൊള്ളണം. അങ്ങനെ ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അത് പറഞ്ഞോ എന്താണ്? സിമെട്രിക് അല്ല. ഇനി ഇതാണോ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ രാജപ്പൻ എന്ന് പറയുന്ന ആള് വെളുത്താണ് ഇരിക്കുന്നത്. അപ്പോ ഒരാൾ നടന്നു വരുവാണ്, അച്ഛനകത്തിരിക്കുവാണ്. മോൻ പറഞ്ഞു, ഇതേ രാജപ്പൻ വരുന്നുണ്ട്, വെളുത്ത ആളാണോടാ എന്ന് ചോദിക്കുവാണ്. അല്ല, പിന്നെ രാജപ്പൻ അല്ലല്ലോ. പിന്നെ മീശയുണ്ടോ, താടിയുണ്ടോ, തലമുടി നീട്ടി വളർത്തി ചോദിക്കുന്ന ആവശ്യമുണ്ടോ? വെളുത്ത ആളെ അല്ലെങ്കിൽ പിന്നെ രാജപ്പനാവോ? അതുപോലെ ഈ 1 3 എന്നുള്ളതിന് 3 1 ഇല്ല എങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട. അപ്പൊ തന്നെ തെറ്റിപ്പോയി. ഇനി അത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. വൈ? 1 3 ബിലോങ്സ് ടു ആർ ബട്ട് നോട്ട് 3 1 ബിലോങ്സ് ടു. നമുക്ക് കോമൺ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. എ ബി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്, ബട്ട് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ. ഇങ്ങനെ കോമൺ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാൻ മാർക്ക് കിട്ടും. സംഗതി കറക്റ്റ് ആയാൽ മതി. ഓക്കെ, ഇപ്പൊ സിമെട്രിക്കും അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കണം. നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 3 ഉണ്ട്. യെസ്, ഇത് 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതെ, 3 9 ഉണ്ട്. ഓക്കെ, 1 3 ഉണ്ട്, വളരെ സന്തോഷം. 3യിൽ സ്റ്റാർട്ട് ചെയ്തു, 3 9 ഉണ്ട്, വളരെ സന്തോഷം. അത്രയുടെ കറക്റ്റ് ശരിയാണ്. ഇനി ഒരെണ്ണം കൂടെ ശരിയാവണം. ഇത് ബിലോങ്സ് ടു ആർ, ഈ റിലേഷനിലുണ്ട്. ബട്ട് പക്ഷേ 3 9 ഉണ്ടോ? 3 9 ഉണ്ടോ? 1 3 ഉണ്ട്, 3 9 ഉണ്ട്. 1 9 ഉണ്ടോ? ഇത് 1 9 കൂടി വേണ്ടേ? 1 9 ഇല്ല, 1 9 ഇല്ല. ബട്ട് 1 9 നോട്ട് ബിലോങ്സ് ടു ആർ, സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. കോമൺ ആയിട്ട് എങ്ങനെ എഴുതാം? എ ബി ഉണ്ട്, ബി സി ഉണ്ട്, അതൊക്കെ റിലേഷനിലുണ്ട്. ബട്ട് എ സി നോട്ട് ബിലോങ്സ് ടു ആർ, then it is not a transitive. അപ്പൊ ഇക്വിവലൻസ് റിലേഷൻ ആണോ? ഇക്വിവലൻസ് റിലേഷൻ ആണെങ്കിൽ 3 ഉണ്ടാവണം. ഇവിടെ 3 ഇല്ല, ഒരെണ്ണം പോലും ഇല്ല. അപ്പൊ ഈ റിലേഷൻ എന്തൊക്കെയല്ല? ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. കാരണം എന്താണ്? 1 1 2 2 3 3 അങ്ങനെ ഇല്ല, അങ്ങനെയുള്ള ഇല്ല. ഓക്കെ, ഇത് സിമെട്രിക് അല്ല. കാരണം എന്താണ്? 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. ഇത് ട്രാൻസിറ്റീവ് അല്ല. കാരണം എന്താണ്? 1 3 ഉണ്ട്, 3 9 ഉണ്ട്, എങ്കിൽ 1 9 കൂടി കാണണമായിരുന്നു, അതില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ട്, ഉറപ്പാണ്. ശ്രദ്ധിച്ചവർക്ക് ഇത് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കണതിനകത്തൊന്നുമില്ല. അപ്പൊ ആ പ്രോബ്ലവും നമ്മൾ ക്ലീൻ ആയിട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ റിഫ്ലെക്സീവ് റിലേഷൻ,
സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ പൂർണ്ണമായിട്ടും കീറി കൃത്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ അല്പം കൂടിയൊരു പ്രോബ്ലം ആയിരിക്കും. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത പ്രോബ്ലം നോക്കുക. എ is set 1 2 3 4 5 6. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 6. എന്താണ് റിലേഷൻ? എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. അതായത് ഒരു പെയർ നമ്മൾ എഴുതിയാൽ ആ വൈയെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ 1 1 എടുത്താൽ എന്താണ്? 1 1 ഈ വൈയെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 2 പറ്റും. 3 3 4 4 5 5 6 6 ഓൾറെഡി എഴുതി വെച്ചതേ ഉള്ളൂ. അതൊക്കെ 1 ആദ്യം വരുന്നത്. ഈ 2 ആദ്യം വരുന്നതാണെങ്കിലോ 2 3 എന്ന് പറഞ്ഞാൽ നടക്കില്ല. 3 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 4 എടുക്കാം. 2 4 എടുത്തത്. ഓക്കെ, 1 1 കഴിഞ്ഞിട്ട് ഇനി വേറെ 1 വേറെ കൂടി എടുക്കാമല്ലോ. 1 1 2 2 3 അത് ഓക്കെ. ഈ 1 തന്നെ ആദ്യം എടുത്താൽ 1 2 എടുക്കാം, 1 3 എടുക്കാം, 1 4 എടുക്കാം, 1 5 എടുക്കാം, 1 6 എടുക്കാം. ഓക്കെ, കാരണം ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ 2 ആണ് ആദ്യം എടുക്കുന്നതെങ്കിൽ 2 3 എടുക്കാൻ പറ്റില്ല. 2 4 എടുക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 4 എടുത്ത് ചെയ്യാൻ. 2 5 എടുക്കാൻ പറ്റില്ല. 2 6 എടുക്കാം. 2 6 എടുത്തു. 3 ആകുമ്പോഴോ 3 4 പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 5 ആണെങ്കിൽ 5 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 6 ആണെങ്കിലോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 6 എടുത്തു. ഇനി 4 എടുത്താലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ടോപ്പുള്ള മുകളിലേക്കുള്ള എടുക്കാൻ പറ്റുള്ളൂ. 4 5 എടുക്കാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 6 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 1 ഒട്ടും പറ്റില്ലല്ലോ. കാരണം വൈ എന്ന് പറയുന്ന എക്സിനേക്കാൾ വലുതാണെങ്കിലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് 4നെ ടോപ്പിലോട്ട് എടുക്കാൻ നോക്കിയത്. 4 5 പറ്റില്ല, 4 6 പറ്റില്ല. ഇതാണ് ആ റിലേഷൻ ഉണ്ടാക്കി മനസ്സിലായല്ലോ. ഇത് റിഫ്ലെക്സീവ് ആണോ, ഇത് സിമെട്രിക് ആണോ, ഇത് ട്രാൻസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലെക്സീവ് ആണോ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്. അപ്പൊ നമുക്ക് എന്ന് പറയാം എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ഏതായാലും റിഫ്ലെക്സീവ് ആണ്. ഇനി ഇത് സിമെട്രിക് ആണ്. സിമെട്രിക് ആണെന്ന് അറിയാൻ ഇതൊക്കെ പോട്ടെ. 1 2 ഉണ്ട്. 1 2 ആണെങ്കിൽ 2 1 വേണ്ടേ ഇല്ല. ഇത് നോക്കണ്ട. 1 2 ആണെങ്കിൽ 2 1 ഉണ്ടോ ഇല്ല. തീർന്നു, പരിപാടി തീർന്നു. സിമെട്രിക് അല്ലേ. അപ്പൊ എന്തുവാ എഴുതാം? 1 2 ബിലോങ്സ് ടു ആർ റിലേഷൻ ഉണ്ട്. ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. ഫോർ ഓൾ അത് വേണം. 1 2 ആണെങ്കിൽ പിന്നെ വേണ്ട. എ ബി എന്നൊക്കെ എഴുതുന്നത് മതി. ഓക്കെ, നോട്ട് സിമെട്രിക്. കാരണം എന്താണ്? 1 2 ബിലോങ്സ് ടു ആർ ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. ഇതൊക്കെ എന്താണ്? ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കണം. ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നിട്ട് 1 2 ഉണ്ടല്ലേ. 1 2 ഉണ്ട്. പിന്നെ 2 3 ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 2 ഉണ്ട്, 2 3 ഉണ്ടോ ഇല്ല. അതുപോലെ 1 3 ഉണ്ട്. 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? 1 3 ഉണ്ട്. 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതെ. 3 6 ഉണ്ട്. അപ്പൊ എന്താണ്? 1 3 ഉണ്ട്, 3 6 ഉണ്ട്. ഈ 1 6 കൂടെ ഉണ്ടോ നോക്കിയാൽ 1 6 ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇത് ഈ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് പിന്നെ 1 6 റിലേഷനിലുണ്ട്. സോ ഇറ്റ് ഈസ് എ ട്രാൻസിറ്റീവ്. ഇത് ഉറപ്പാക്കാൻ വരട്ടെ. ഈ 1 ഞാനിപ്പോൾ 1 2 ഉണ്ടോ നോക്കിയപ്പോൾ 2 3 ഉണ്ടോ ഇല്ല, തീർന്നു. 1 3 ഉണ്ടോ നോക്കിയിട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നോക്കി. 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 6 1 6 അപ്പോൾ 3 6 ഉണ്ട്, പിന്നെ 1 6 ഉണ്ട്. ഓക്കെ, ഇനി വേറെ നോക്കണം. ഇനി 1 4 ഉണ്ട്, അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. 1 4 ഉണ്ട്. ഈ 4 സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടോ ഇല്ല, അത് കുഴപ്പമില്ല. 1 5 ഉണ്ട്. 5 സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ 1 5 ഉണ്ട്. ഒരു 5 6 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് 1 6 ആണ്. എന്തായാലും 1 5 കഴിഞ്ഞിട്ട് പിന്നെ 5 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മയില്ലല്ലോ. ഇത് 1 3 കഴിഞ്ഞിട്ട് ഈ 3 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മ ഉണ്ട്. അതുകൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. 1 6 ഉണ്ട്. ഓക്കെ, 1 5 ഉണ്ടെങ്കിൽ 5 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തുണ്ടോ ഇല്ല. 1 6 ഉണ്ട്. 6 സ്റ്റാർട്ട് ചെയ്യുന്ന പറയണ്ടോ ഇല്ല. 2 4 ഉണ്ട്. 4 സ്റ്റാർട്ട് ചെയ്യുന്ന പറയണ്ടോ ഇല്ല. 2 6 ഉണ്ട്. ഈ 6 സ്റ്റാർട്ട് ചെയ്യുന്ന പറയണ്ടോ ഇല്ല. അപ്പൊ വേറെ ഒന്നും ഇല്ല. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഇവിടെ 2 6 ഉണ്ട്. ഒരു 6 2 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 2 2 ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ഉറപ്പാക്കും. ഇല്ലെങ്കിലോ ഇത് മൊത്തം ട്രാൻസിറ്റീവ് അല്ലാണ്ട് വരും. ഇപ്പൊ ഇതും കൂടെ ഉണ്ടെന്ന് നോക്കുന്നത് ഇത് ട്രാൻസിറ്റീവ് അല്ല. കാരണം എന്താണ്? 1 3 ഉണ്ട്, 3 6 ഉണ്ട്, 1 6 ഉണ്ട്. അത് ഓൾറെഡി ശരിയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു?
ഇവിടെ 1 6 ഉണ്ട്, 6 2 ഉണ്ട്, ഇനി 1 2 കൂടി ഉണ്ടാവും. 1 2 ഉണ്ടല്ലോ, ട്രാൻസിറ്റീവ് ആവും, അപ്പോഴും ട്രാൻസിറ്റീവ് ആവും. മനസ്സിലായില്ലേ? അപ്പം ഇതില്ല, എനിക്ക് വിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1 3 വന്നു പോയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 1 3 വന്നിട്ട് 3 6 കൂടെ വന്നാ പിന്നെ നമ്മൾ നോക്കണം, 1 6 കൂടെ കാണണം. കണ്ടില്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ട്രാൻസിറ്റീവും അല്ല, ഇത് ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താണ്? 1 3 ഉണ്ട്, 3 6 ഉണ്ട്. ഈ ഒരു പെയർ മാത്രമേ തിരിഞ്ഞു വന്നിട്ടുള്ളൂ. 1 3 വന്നിട്ട് ആ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെയറേ ഉള്ളൂ ഇതിന്. അപ്പോൾ 1 6 ഉണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. റിലേഷൻ ആർ ഈസ് ഇൻ ദി സെറ്റ് ഇസഡ്. എന്താണ് ഇസഡിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ? ഇന്റജേഴ്സ്. ഇന്റജേഴ്സ് എന്താണ്? -1 -2 -3 0 1 2 3. ഇതെല്ലാം ഇന്റജേഴ്സ് ആണ്. അതായത് പോസിറ്റീവ് ഇന്റജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇന്റജേഴ്സ് ഉണ്ട്. -1 -2 -3 അങ്ങനെ 1 2 3 4 5 അങ്ങനെ 0. ഇതാണ് എന്ത് ഹോൾ ഇന്റജേഴ്സ് എന്ന് പറയുന്നത് അത്രയാണ്. അപ്പോൾ റിലേഷൻ ആർ എന്ന് പറയുന്നത് ഇന്റജേഴ്സിലേക്കുള്ള ഇന്റജേഴ്സിൽ നിന്ന് ഇന്റജേഴ്സിലേക്കുള്ള ഒരു റിലേഷനാണ്. ആ റിലേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? xy such that. ഇങ്ങനെയാണ് xy such that x minus y is an integer. x minus y integer ആണ് എന്നുള്ള ഒരു സെറ്റാണ്. x minus y integer ആണെന്ന് പറയുന്ന ഒരു സെറ്റാണ്. അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. പല രീതിയിൽ പ്രൂവ് ചെയ്യാം. അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 1 ഇന്റിജർ അല്ലേ? 1 minus 1 എന്ന് പറയുന്നത് എന്താണ്? 0. 1 minus 1 എന്ന് പറയുന്നത് 0. അതും ഇന്റിജർ അല്ലേ? 1 minus 1 0 ആണ്. അപ്പൊ നമുക്ക് എന്താണ് 1 1 എന്ന് പറയുന്നത് ഈ പെയറിലുണ്ടെന്ന് പറയാം അല്ലേ? കാരണം എന്താണ്? x ന്ന് y പോയ ഇന്റിജർ കിട്ടണം. 1 ന്ന് 1 പോയ ഇന്റിജർ കിട്ടി, 0 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? x എന്ന് പറയുന്നത് ഈ റിലേഷനിലുണ്ട്. കാരണം എന്താണ്? x minus x equals 0. x minus x equals 0 ആണ് അല്ലേ? 1 minus 1 പറയുന്നത് 0 ആണ്. 0 ഇന്റിജർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് 1 1 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ. 1 ഉം 1 ഇന്റിജർ ആണ്. 1 ന്ന് 1 പോയാൽ 0 കിട്ടും, അത് ഇന്റിജർ ആണ്. അപ്പൊ x minus y എന്ന് പറയുന്ന റിലേഷൻ x minus y എന്ന് പറയുന്നത് x minus x. x minus y കാരണം x minus x എടുക്കാം. അപ്പൊ റിഫ്ലെക്സീവ് അല്ലേ? അപ്പൊ x such that x belongs to R for all x belongs to സെറ്റ് IZ എന്ന് പറയുന്ന സെറ്റ്. എല്ലാ എക്സും ഇന്റിജർ ആണെങ്കിൽ x എന്ന് പറയുന്നത് ഈ റിലേഷൻ ഉണ്ടാവും. കാരണം എന്താണ്? 1 1 എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണല്ലോ. 1 ന്ന് 1 പോയാൽ x minus y ഇന്റിജർ ആവണമെന്ന് മാത്രമാണ് ഇതിന്റെ ഡിമാൻഡ്. അപ്പൊ x minus y എന്ന് പറയുന്നത് ഈ 1 1 എന്ന് പറയുമ്പോൾ 1 minus y 0, അത് ഇന്റിജർ ആണ്. ഓക്കെ, അപ്പൊ റിഫ്ലെക്സീവ് ആണല്ലോ. മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഇത് നമുക്ക് സിമെട്രിക് ആണെന്ന് അറിയണം അല്ലേ? സിമെട്രിക് ആണെന്ന് പറയാൻ എന്താണ്? x minus y എന്ന് പറയുന്നത് r എന്ന് പറയുന്ന റിലേഷനിലുണ്ടെങ്കിൽ y minus x എന്ന് പറയുന്നതും r എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ 1 2 എന്ന് എടുക്കുവാണ്. 1 2 ഒരു റിലേഷൻ എടുക്കുക. 1 2 രണ്ട് ഇന്റിജർ ആണല്ലോ. ഇന്റിജറിൽ നിന്ന് ഇന്റിജറിലേക്കുള്ള റിലേഷൻ ആണ് 1 2. അപ്പൊ 1 minus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. യെസ്, 2 minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ഇത് രണ്ടും ഇന്റിജർ അല്ലേ? യെസ്. അപ്പൊ 1 2 എന്ന് പറയുന്നതിനകത്ത് ഈ റിലേഷനിലുണ്ട്. കാരണം എന്താണ്? 1 2 എന്ന് പറയുന്നതുകൊണ്ട് 2 1 എന്ന് പറയുന്നതുകൊണ്ട് അല്ലേ? ഇതെന്താ 1 2 എന്ന് പറയുന്നത് എന്താണ്? 1 minus 2 ഇന്റിജർ ആയാൽ മതി. x minus y ഇന്റിജർ ആയാൽ മതി. 1 minus 2 minus 1 ആണ്, ഇന്റിജർ ആണ്. അപ്പോൾ 1 2 എന്ന് പറയുന്ന റിലേഷൻ എടുക്കാം. 2 1 എന്ന് പറയുന്ന റിലേഷൻ എടുക്കാവോ? യെസ്. 2 ന്ന് 1 പോയാൽ ഇന്റിജർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 2 1 എന്ന് പറയുന്നതും എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x y എന്ന് പറയുന്നത് xy എന്ന് പറയുന്നത് ഈ റിലേഷനിലുണ്ട്. yx എന്ന് പറയുന്നതും ഈ റിലേഷനിൽ ഉണ്ട്. ഫോർ ഓൾ x y എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. x ഉം y ഉം ഇന്റിജർ ആണെങ്കിൽ x y എന്ന് പറയുന്നത് ഈ റിലേഷനിലുണ്ട്. കാരണം എന്താണ്? 1 2 1 minus 2 ഇന്റിജർ ആണ്. 2 1 2 minus 1 ഇന്റിജർ ആണ്. അപ്പോൾ yx ഉം ഈ റിലേഷനിലുണ്ട്. അപ്പോൾ എന്താണ്? ഇത് സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാം. ഈ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ എന്ത് ചെയ്യണ്ടേ? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 1 1 1 2 1 2 എടുക്കുവാണ്.
2 3 എടുക്കുവാണ്, 1 3 എടുക്കുവാണ്. ഇതെല്ലാം ഇൻറ്റിജർ ആയ പോലെ 1 2 എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? -1. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. ഇതോ 2 മൈനസ് 3 എടുത്താൽ -1. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. 1 മൈനസ് 3 എടുത്തു കഴിഞ്ഞാലോ -2. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പൊ മൂന്നും ഈ റിലേഷനിലുണ്ടല്ലേ. ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ചിലപ്പോൾ അല്ലാതെയും പ്രൂവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അല്ലാതെ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി അല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? എക്സ് വൈ എന്ന് പറയുന്നത്, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? 1 2 കേസിൽ മനസ്സിലായില്ലേ? സോറി, എക്സ് വൈ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ എക്സ് റിഫ്ലെക്സീവ് ഇനി നമ്മള് എക്സ് വൈ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണെന്നല്ലേ നോക്കുന്നത്. എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഇസഡിലുള്ള ഒരു സാധനമാണ്. അതൊരു ഇൻറ്റിജർ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. ഇതൊരു എന്താണ്? ഇൻറ്റിജർ ആണ്. ഓക്കെ. അപ്പോൾ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നതോ അതും ഒരു ഇൻറ്റിജർ ആയിരിക്കില്ലേ? കണ്ടല്ലോ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടല്ലോ. അതും ഒരു ഇൻറ്റിജർ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? എക്സ് വൈ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമുണ്ട്. വൈ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വൈ ഇസഡ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കില്ലേ? 1 2 എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പ്രൂവ് ചെയ്തല്ലേ. 1 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണെങ്കിൽ 2 3 ഇൻറ്റിജർ ആണല്ലോ. 2 3 ഇൻറ്റിജർ ആണെങ്കിൽ 1 3 ഇത് 1 മൈനസ് 3 ഇൻറ്റിജർ വന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം. എന്താണ്? എക്സിന്ന് പോകുമ്പോൾ ഇൻറ്റിജർ ആണ് കിട്ടുന്നത്. ഇനി വൈ ഇസഡ് പോകുമ്പോഴോ വൈ ഇസഡ് പോകുമ്പോൾ ഇൻറ്റിജർ ആണ് കിട്ടുന്നത്. അപ്പോൾ വൈ ഇസഡും ഉണ്ടല്ലേ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. എന്താണ്? എക്സ് മൈനസ് ഇസഡ് ഒരു ഇൻറ്റിജർ ആവണം എന്നല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ എഴുതി എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് ഇസഡ്. ഇത് രണ്ടും ഇൻറ്റിജർ ആണല്ലോ. ഇതിന്റെ റിസൾട്ട് ഇൻറ്റിജർ അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ് മൈനസ് ഇസഡ്. ഇത് മൈനസ് വൈ പ്ലസ് വൈ പോയി. എക്സ് മൈനസ് ഇസഡ് അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇൻറ്റിജർ കിട്ടിയാൽ മതി അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതും ഇൻറ്റിജർ ആണ്, ഇതും ഇൻറ്റിജർ ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ഇൻറ്റിജർ തന്നെ കിട്ടും അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് ഇസഡ് എന്ന് കിട്ടും അല്ലെ? എക്സ് മൈനസ് ഇസഡ് എന്ന് കിട്ടും. അപ്പൊ എക്സ് മൈനസ് ഇസഡ് എന്ന് കിട്ടിയാൽ രണ്ട് ഇൻറ്റിജർ ആഡ് ചെയ്താൽ ഇൻറ്റിജർ അല്ലേ കിട്ടുകയുള്ളൂ. അത് നമുക്കറിയാലോ. അപ്പൊ ഇതും ഇൻറ്റിജർ ആണ്, ഇതും ഇൻറ്റിജർ ആണ്. ഇത് രണ്ടും കൂടെ ആടുമ്പോൾ എക്സ് മൈനസ് ആഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് ഇസഡ് കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് മൈനസ് ഇസഡ് ഇൻറ്റിജർ ആണെന്ന്. സോ നമുക്ക് എന്താ പറയാം? എക്സ് വൈ belongs to R, അല്ലെങ്കിൽ എക്സ് വൈ belongs to എക്സ് വൈയും വൈ ഇസഡും belongs to R, then implies എക്സ് ഇസഡ് also belongs to R. For all എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. ഇങ്ങനെയും പ്രൂവ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം. നമ്മൾ പറയാം. അതാണ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻറ്റിജർ റിലേറ്റ് ചെയ്താൽ നമുക്ക് ഇത് തിരിച്ചിട്ടാലോ? വൈ മൈനസ് ഇസഡ് തിരിച്ചല്ല, വൈയും പിന്നെ ഇസഡുമായിട്ട് അപ്പോഴും ഇൻറ്റിജർ റിലേറ്റ് ചെയ്തത്. ഓക്കെ, നമുക്കറിയാലോ. രണ്ട് ഇൻറ്റിജർ കൂട്ടി ഇൻറ്റിജറിലേ കിട്ടുള്ളൂ. അത് നമുക്കറിയാലോ. ഇതല്ലാതെ നേരത്തെ പഠിച്ചിട്ടില്ല. രണ്ട് ഇൻറ്റിജറൂടെ ഇൻറ്റിജർ കിട്ടുള്ളൂ. ഈ ഇൻറ്റിജർ കൂട്ടിയപ്പോൾ എക്സ് മൈനസ് ഇസഡ് കിട്ടി. നമുക്ക് അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആണെങ്കിൽ വൈ മൈനസ് ഇസഡ് ഇൻറ്റിജർ ആണെങ്കിൽ എക്സ് മൈനസ് ഇസഡ് ഇൻറ്റിജർ ആവണം. ഈ രണ്ട് ഇൻറ്റിജേഴ്സ് കൂട്ടിയപ്പോൾ എക്സ് മൈനസ് ഇസഡ് കിട്ടിയപ്പോൾ അത് ഇൻറ്റിജർ അല്ലേ? യെസ്. അങ്ങനെ അല്പം സ്റ്റാൻഡേർഡിൽ നമ്മളത് പ്രൂവ് ചെയ്തു. മറ്റൊരു സ്റ്റാൻഡേർഡ് കുറഞ്ഞാണ് പ്രൂവ് ചെയ്തത്. അങ്ങനെ പ്രൂവ് ചെയ്താൽ ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മാർക്ക് കിട്ടും കേട്ടോ. ഇതാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൂവ് ചെയ്തത്. ഇങ്ങനെയാണ്. നമുക്കിത് ഇതിനകത്ത് ഏത് മെത്തേഡ് നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ പേടിച്ചിട്ട് ഈ റിലേഷൻ പഠിക്കരുത്. പേടിക്കാതെ പതുക്കെ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവുള്ളൂ.